Cheers. ഇന്ന് ഒലീവ്സിൻ്റെ ഇനാഗുറേഷൻ, അതായത് സർദീസ് സാറിൻ്റെ പുതിയ കഫേയുടെ ഇനാഗുറേഷനാണ്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ ആരെയും കിട്ടിയില്ല. പിന്നെ ഞാനും വീരേഷ് സാറും ഫാത്തിമാവും കൂടെ നേരെ സാറിൻ്റെ കടയിലേക്ക്. അപ്പോൾ സാറ് വന്നു, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ ഞങ്ങൾ കടയ്ക്കകത്ത് കയറി. ആദ്യം തന്നെ നമ്മളെ സാറിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി. അപ്പോൾ സാറിൻ്റെ കുറേ കസിൻസും പിന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടേതായിട്ടുള്ള കലാവിരുതുകൾ തുടങ്ങി. ഒരറ്റത്തു ഒന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അതിലെൻ്റെ വീഡിയോ മാത്രമില്ല. ഇപ്പോഴാണ് എന്നെ ഒന്ന് കാണിക്കുന്നത്. കയറി ചെല്ലുന്നിടത്ത് തന്നെ നല്ലൊരു ഷെൽഫുണ്ട്. അതിൽ കുറേ ബുക്സ്, പിന്നെ കുറേ ബോട്ടിൽ. And he has influencer. Nice. These two are staying in she will be premium customer. പിന്നെ സാറിൻ്റേതായിട്ടുള്ള തിരക്കുകളിലേക്കൊക്കെ പോയി. നമ്മൾ ഒരു സൈഡിൽ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ വഴി നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ വീരേഷ് സാറിനെ കൊണ്ട് ഞാൻ ഇതെല്ലാം രണ്ടാമത് എടുപ്പിക്കുന്നുണ്ട്, വായിപ്പിക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും. എൻ്റെ ഗുൽബർഗയിൽ വന്നിട്ടുള്ള മിക്കവാറുള്ള എല്ലാ വീഡിയോസിലും ഏറ്റവും കൂടുതലുള്ളത് വീരേഷ് സാറാണ്. പിന്നെ ഫാത്തിമ മാം. ഇവരാണ് എൻ്റെ പ്രധാന ആക്ടേഴ്സ്. അപ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് അവർ നടക്കും, നിൽക്കും, ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ എടുക്കും, വെക്കാൻ പറഞ്ഞാൽ വെക്കും. പിന്നെ നമ്മൾ നമ്മുടെ കഫേയുടെ ഒരു സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറേ മിറർ വർക്കുകളുണ്ട് ഇതിനകത്ത്. അപ്പം കുറേ മിറർ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയാണ്. പിന്നെ അവരുടെ കളർ കോമ്പിനേഷൻസും അതേപോലെ തന്നെയാണ്, നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ വാൾപേപ്പേഴ്സ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള വാൾപേപ്പേഴ്സാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്കിവിടെ കടയുടെ പേര് ഒലീവ്സ് എന്നാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇവിടെ വെജും നോൺ വെജും എല്ലാം കിട്ടും. പൈസ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇറ്റ്സ് യുവർ ഓൺ ചോയ്സ് ആണ്. പിന്നെ സാറിൻ്റെ കടയിലെ ഒരു സ്പെഷ്യൽ മൊജിറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് കൊണ്ടുതന്നു. ആ ബോട്ടിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. Cheers. സോ ആ മൊജിറ്റോയും കുടിച്ച് ഞങ്ങളെല്ലാവരും അവിടെ കാണുന്നു. വീണ്ടും വീഡിയോ എടുത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഒരു കോർണറിൽ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദോസ് ഹു വാണ്ട് മോർ പ്രൈവസി ദേ ഹാവ് സെപ്പറേറ്റ് റൂം ഈസ് ദെയർ. സോ ഇന്നത്തെ സ്പെഷ്യൽ ആ മൊജിറ്റോ തന്നെയാണ്. അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. സാറിൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ട്. ഈ ഷെൽഫിൽ ഈ ബുക്കുകൾ വെച്ചേക്കുന്നത്, നമ്മൾ അത്ര വായനക്കാരൊന്നും അല്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ നമ്മൾ എടുക്കാൻ തോന്നും. അവരെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അത് കണ്ട് അവർക്ക് ചിരി. പിന്നെ നമ്മുടെ പാത്തു. സോ ഈ ഒരു പോസ്റ്റിൽ ഫോട്ടോ എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ക്ലാസ് 10 സ്റ്റുഡൻസ് ഒക്കെ വന്നു കേട്ടോ. പിന്നെ നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാവരോടും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. അതിലെല്ലാവരും ചിരിച്ചും കളിച്ചും പോസ് ചെയ്തൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ മിററും വാൾപേപ്പറൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ. പിന്നെ ആ ലൈറ്റും ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ സ്റ്റുഡൻസൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ കളിച്ചും ചിരിച്ചും ഫുഡ് കഴിച്ചും ഒക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ സതീഷ് സാറിന് എല്ലാവരെയും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോകണോ, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകണോ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണോ, അങ്ങനെ കുറേ. പിന്നെ എല്ലാവരോടും വീണ്ടും ഫോട്ടോ എടുക്കണം. ഞാൻ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ. പിന്നെ ഇത് അവരുടെ ബ്രദർ ഇൻ ലോ ഒക്കെ ആണെങ്കിൽ ഒരു മാല ഇട്ടതാണ്. ആ പോസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. സാറ് വീണ്ടും തിരക്കുകളിലേക്ക്.